ഇങ്ങോട്ട് വന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്ന് ഇൽമിന് വേണ്ടിയാണ്, രണ്ട് അമലിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് വഹയിന്റെ ആരംഭം ഇഖ്റ, വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞിട്ടാണ്. വഹയിന്റെ അവസാനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വഹയിന്റെ ആരംഭം വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വഹയിന്റെ അവസാനം നാളെ പടച്ചവനിലേക്ക് മടക്കപ്പെട്ട് ഖബറിൽ പോയി കിടക്കുന്ന രംഗമില്ലേ, ദിവസമില്ലേ, ഓർക്കണേ, സൂക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിബ്രീൽ പിന്നെ വഹയുമായി വന്നില്ല. വഹയിന്റെ തുടക്കം വായിച്ച് പഠിക്കാനാണ്. വഹയിന്റെ ഒടക്കം ഖബറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. ദുനിയാവിൽ വേണ്ടത് ഈ രണ്ട് ഓർമ്മകളാണ്. മനുഷ്യ, നീ മരിക്കുന്നവനാണ്. മരണശേഷമുള്ള ജീവിതമാണ് യഥാർത്ഥ ജീവിതം എന്ന തിരിച്ചറിവാണ്. അതിന് വേണ്ടത് ഇൽമും അമലുമാ. അതില്ലാത്തവൻ ഹതഭാഗ്യവാനാണ്. അതുകൊണ്ടാണ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞത്, ദുനിയാവ് എന്നത് 3 ദിവസമാണ്. ഇന്നലെ എന്നത് കഴിഞ്ഞു പോയതാണ്. നാളെ എന്നത് നീ എത്തിക്കാൻ സാധ്യതയില്ലാത്തതാണ്. അല്യവും ഈ ദിവസം എന്നത് ലക്കാ, നിനക്കുള്ളതാണ്. ഫഅമൽ ഫീ, അതുകൊണ്ട് നാളത്തത് നീ ചിന്തിക്കണ്ട, കഴിഞ്ഞത് നീ ഓർത്ത് കരയണ്ട. ഇന്നുള്ള നിന്റെ സമയത്ത് നീ അധ്വാനിച്ചോ. ഒരു ദിവസം ഒരു മനുഷ്യന് പടച്ചവൻ സംഭാവനയായി നൽകുന്നത് 86,400 സെക്കൻഡുകളല്ലേ. സുബ്ഹാനല്ലാഹ്. ഈ ഉമ്മത്തിൽപ്പെട്ട നമ്മൾ മാക്സിമം ജീവിച്ചാൽ നമുക്ക് കിട്ടുന്നത് 25,000 ദിവസങ്ങളല്ലേ. ഒരു 24 മണിക്കൂർ ഒരു ദിവസം ഒരു മനുഷ്യൻ കഴിഞ്ഞാൽ കിട്ടുന്നത് 86,400 സെക്കൻഡ് അല്ലേ. ഈ സെക്കൻഡ് തന്നെയാണ് ഔലിയാക്കൾക്കും കിട്ടുന്നത്. ഈ സെക്കൻഡുകൾ തന്നെയാണ് തമ്മാടികൾക്കും കിട്ടുന്നത്. ഈ സെക്കൻഡുകൾ തന്നെയാണ് മുഅല്ലിമീങ്ങൾക്കും കിട്ടുന്നത്. ഈ സെക്കൻഡുകൾ തന്നെയാണ് മുതഅല്ലിമീങ്ങൾക്കും കിട്ടുന്നത്. ഈ സെക്കൻഡുകൾ തന്നെയാണ് ഉമ്മമാർക്കും പെങ്ങന്മാർക്കും കിട്ടുന്നത്. ആണ് പെണ്ണ്, തൊഴിലാളി മുതലാളി, പണിക്കാര് പണിക്കാരൻ, പണക്കാരൻ, രാജാവ് അടിമ എന്ന വ്യത്യാസമില്ലാതെ, കക്ഷിപക്ഷ ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പടച്ചവൻ ഒരു ദിവസത്തിൽ കൊടുക്കുന്നത് 86,400 സെക്കൻഡുകളാ. ഈ 86,400 സെക്കൻഡ് ഉപയോഗപ്പെടുത്തിയിട്ട് ചില ആളുകൾ സ്വർഗത്തിന്റെ സമുന്നതമായ സ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു. ചില ആളുകൾ കത്തിക്കാളുന്ന ഭീകരമായ നരകജ്വാലയിലേക്ക് വഴുതി വീഴാനുള്ള വിറക് കൊള്ളികളായി മാറുന്നു. എല്ലാത്തിനും മൂകസാക്ഷി സമയങ്ങളാണ് മോനെ. അതുകൊണ്ടാണ് വൽ അസ്രി, സമയങ്ങൾ കൂടിയ കാലമാകുന്ന ആൽബം വെച്ചുകൊണ്ട് റബ്ബ് പറയുകയാണ്, ഈ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതിന് പല തഫ്സീറുകളുണ്ട്. ഒരു തഫ്സീർ പ്രകാരം അബൂജാഹിൽ പരാജയത്തിലാ. ഇല്ലല്ലദീന ആമനൂ, അബൂബക്കറിന് സിദ്ദീഖ് ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്തി ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ് സബ്ർ അലി ഇബ്നു അബീ ത്വാലിബ് ഒഴിച്ച്. അങ്ങനെ സൂഫിയാക്കളെ തഫ്സീറിൽ കാണാം. കാരണം അതാണ് ചരിത്രത്തിന്റെ പരാജയത്തിലും വിജയത്തിലും ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ ഇവരൊക്കെയാണ്. പരാജയത്തിന്റെ പ്രതീകമാണ് അബൂലഹബ്, അബൂജാഹിൽ. വിജയത്തിന്റെ പ്രതീകമാണ് അബൂബക്കറിന് സിദ്ദീഖ്, ഉമറുൽ ഫാറൂഖ്. ഇനി വരുന്നവരൊക്കെ അവരെ കൂടെ പോവാനുള്ളവരാണ്. ഒന്നുകിൽ അബൂലഹബിന്റെ കൂടെ, അല്ലെങ്കിൽ അബൂബക്കറിന്റെ കൂടെ റളിയല്ലാഹു അൻഹു. അതാണ് പണ്ടൊരു വാപ്പ മോനെ പേരിട്ട് അബൂ എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി, പിന്നീടില്ല. അപ്പോൾ കാരണവർ വെച്ച് കുടുംബത്തിൽ എന്താ ബാക്കി പറയാത്തതെന്ന് വെച്ച്, നന്നാവാണെങ്കിൽ അബൂബക്കറാക്കാം, മോശമാണെങ്കിൽ അബൂജാഹിലാക്കാറുണ്ട്. അതുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് നിന്നാന്ന്. രണ്ടാലൊരു അബൂവിൻ്റെ കൂടെ നമ്മൾ പോവുള്ളൂ. ഒന്നുകിൽ അബൂജാഹിൽ, അല്ലെങ്കിൽ അബൂലഹബ്. അത് പരാജയത്തിൻ്റെ പ്രതീകമാണ്. നാളെ ഒരു യുക്തിവാദി എന്നോട് വെച്ചു, തബ്ബത്തിയതാ അബീലഹബ് തബ്ബ് മോശമല്ലാതെ ഒരാളെങ്ങനെ ഇകഴ്ത്തിയിട്ട് പരസ്യമായിട്ട് വിമർശിച്ചിട്ട് പരസ്യമായിട്ട് ലാനത്തെളിയിട്ട് ആ സൂറത്തും പിടിച്ച് നടക്കുന്ന ഗ്രന്ഥമല്ലേ ഞങ്ങളത് എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു, അത് ഒരാളല്ല, അതൊരു പ്രതീകമാണ്. അയാളിൽ പെട്ടെന്ന് മാത്രം. നിന്നെപ്പോലത്തെ ആളുകൾ അതിൽ പെടണമെങ്കിൽ ആ സൂറത്ത് ഇപ്പോഴും വേണ്ടേ? അല്ലെ ഇയാൾ പെടൂലല്ലോ. എനിക്ക് ഫോൺ ചെയ്ത ആളതിൽ പെടണമെങ്കിൽ ആ സൂറത്ത് ഇപ്പോഴും വേണ്ടേ? അപ്പോൾ വേഗം ഫോൺ കട്ടാക്കി, പിന്നെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞേ, അന്നെപ്പോലത്തെ ആൾക്കാർ പെടണമെങ്കിൽ ആ സൂറത്ത് ഇപ്പോഴും വേണ്ടേ? അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ചുരുങ്ങൂലേ അത്? നീയാകുന്ന അബൂലഹബ് പെട്ടാണ്, എന്നാൽ പിന്നെ വേഗം വെച്ച്, പിന്നെ വിളിച്ചില്ല. ഒന്നുകിൽ അബൂലഹബ്. ഇനി ഈ കൊറോണയ്ക്ക് ശേഷം ഈ രണ്ടാലൊന്നും ഉറപ്പാട്ടോ. നമ്മളിപ്പോൾ ഇസ്രായേലിനെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ടല്ലോ. ഇസ്രായേൽ ആകാൻ കാരണം എന്താ? പരീക്ഷണത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല.
ഇത്ര കൂടുതൽ അള്ളാഹു തആല പരീക്ഷിച്ചിട്ട് അതിന് പാഠം ഉൾക്കൊള്ളാത്തൊരു കൗമ് ഈ ഭൂമിയിലുണ്ടെങ്കിൽ ജൂതന്മാർ മാത്രമാണ്. എന്തെല്ലാം പരീക്ഷണം കൊടുത്തു. കുലുക്കി നോക്കി, മാല കൊടുന്ന് ഇട്ട് നോക്കി, തീമഴ പഴിപ്പിച്ച് നോക്കി, പിന്നെ എന്തെല്ലാം അനുഗ്രഹങ്ങളും കുറേ കൊടുത്ത്, ശത്രുക്കളെ മുഴുവനും വെള്ളത്തിലിട്ട് താഴ്ത്തി ഇവരെ മുഴുവനെ രക്ഷപ്പെടുത്തി, അങ്ങനെ അനുഗ്രഹം കൊടുത്ത് ഒക്കെ കൊടുത്തിട്ടും ശരിയാകണില്ല. അപ്പം അള്ളാഹ് ലാസ്റ്റ് പറഞ്ഞു സുമ്മ ഖസത്ത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക ഫയകൽ ഹിജാറ ആ വശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറ. അള്ളാഹ് പറയണ നോക്കാൻ നിങ്ങൾ എന്തോ ഒരു ചീത്തയാണ്. വഇന്ന മിനൽ ഹിജാറത്തി ലമ യതഫജറു മിൻഹു ലനാർ വഇന്ന മിൻഹാ ലമ യശഖഖു മിൻഹു മാ. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ പിന്നെ ഇവരിപ്പോൾ ഈ കോളേജ് ചെയ്യുള്ളൂ. യാക്കോബിനെ പിന്നെ വഞ്ചിച്ചു. യാക്കോബിന് പിന്നെ മക്കളാണ് ഇസ്രായേൽ യാക്കോബിൻ്റെ പേരാ. ഇസ്ര എന്ന അടിമ, ഈൽ എന്ന അള്ളാഹ്, അബ്ദുള്ള എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇസ്മായിൽ എന്ന് കേട്ടിട്ടില്ലേ? ഇബ്രാഹിം നബി കുറേ ദ്വാരുന്നു. എന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു ഇസ്മായിൽ എൻ്റെ ദ്വാ കേൾക്കണ പഠിച്ചവനെന്ന്. അപ്പം കിട്ടിയ മോനാണ്. അപ്പം ആ മോനക്ക് പേരിട്ട് ഇസ്മായിൽ. അപ്പം ഇസ്രായേൽ അതാണ്, അബ്ദുള്ള എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവർ ഇസ്രായേലല്ല, ഇസ്ര ഇബിലീസാണ്. ഇസ്ര ഇബിലീസ്, ഇസ്ര ഷൈത്താൻ, ഹിസ്ബു ഷൈത്താൻ. അവരായത് പാഠം ഉൾക്കൊള്ളാത്തതുകൊണ്ടാണ്. യാക്കോബ് നബി വന്ന ബാപ്പാനെ 10 കുട്ടികൾ, 11ാമത്തെ ബിലാമിയും പോയിട്ടില്ല, 10 കുട്ടികൾ കൂടിയിട്ട് 5 ചെറിയ കുട്ടീനെ കിണറ്റിൽ കൊണ്ടിട്ട ആൾക്കാരെ പേര്. ഒരു ഫലസ്തീനിലെ കുട്ടികളെ കൊല്ലുള്ളൂ. യൂസുഫ് ചെറിയ കുട്ടിയല്ലായിരുന്നോ? ഫലസ്തീനിലെ കുട്ടികൾ അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഇവർ ചെറിയ കുട്ടികളെ ചതിച്ചിട്ടും കൊന്നിട്ടുമാണ് ഇവൾ വളർന്നു നിൽക്കുന്നത്. അതിൻ്റെ പാരമ്പര്യം പേറുകയാണ്. അവരല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ഫലസ്തീനിലെ കുട്ടികളെ കാര്യം അവിടെ നിൽക്കട്ടെ. യൂസുഫ് നബി ചെറിയ കുട്ടിയല്ലേ, കൊല്ലാനാണല്ലോ കിണറ്റ് കിട്ടത്, അല്ല രാജാവാക്കാനല്ലല്ലോ. കൊണ്ടയിട്ടത് കൊല്ലാനാണ്. പക്ഷെ അള്ള വല്യോനല്ലേ. കിണറ്റിന്ന് ബക്കറ്റിക്ക്, ബക്കറ്റിന്ന് മാർക്കറ്റിക്ക്, മാർക്കറ്റിന്ന് കൊട്ടാരത്തിക്ക്, കൊട്ടാരത്തിന് രാജകീയ പരിപാടിയിലേക്ക് അള്ളങ്ങനെ കൊണ്ടുപോകലൊക്കെ നിങ്ങൾ. അങ്ങനെ ഫലസ്തീനെ പടച്ചോൻ കൊണ്ടുപോവും. ഇന്ന് വെടിവെച്ച് കൊന്ന് ചെറിയ കുട്ടികൾ കത്തിച്ചാമ്പലാകുന്നത് കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്ന ജൂതപ്പരിശുകൾ, അവർ മുസ്ലിമൂനൽ യഹൂദ് ഫയഖ്തുലുഹും മുഹമ്മദ് മുസ്തഫ. മുസ്ലിമീങ്ങൾ ജൂതന്മാരെ സ്വന്തം കൈകളെ കൊണ്ട് ചുട്ടുകൊല്ലുന്ന, സ്വന്തം കൈകളെ കൊണ്ട് കൊന്നു തീർക്കുന്ന സമയം വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. നബിയുനാ റസൂലുള്ളാഹി. ഇതിങ്ങനെ നടക്കും. ഇതിപ്പോൾ കഴിയില്ല, ഇത് നടക്കും. ഇനി കുറച്ചും കൂടി മരിക്കാണ്ട്. ഇവരല്ലെങ്കിൽ മുർത്തദ്ദാവും. ഇന്നലെ ഞാൻ കണ്ണൂരായിരുന്നു പകൽ വയല്. അപ്പോൾ EK അബൂക്കർ മുസ്ലിയാരുണ്ട്, ഇപ്പം ദന്തിയിലെ മുദരീസാണ്. അവരെന്നോട് പറഞ്ഞു റഹ്മാനെ, ആളുകൾ മുർത്തദ്ദാണ് വർത്തമാനങ്ങൾ വല്ലാതെ പറയുന്നുണ്ട്, പ്രസംഗത്തിൽ അതിനൊക്കെ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ഞാനും അറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സോഷ്യൽ മീഡിയ കയറിയിട്ട് പറയാം, എവിടെ പഠിച്ചവനെ? നിങ്ങൾ ഉസ്താമാർ ദ്വാരക്കാൻ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? നിങ്ങൾ പഠിച്ചവനെ എവിടെ? ഇസ്രായേൽ ഇപ്പോഴും മുന്നേറല്ലേ? ഇപ്പോഴും കുട്ടികൾ മരിക്കല്ലേ? ഇപ്പോഴും വെടി നിർത്തിയോ? ഇപ്പോഴും മിസൈൽ പോവല്ലേ? ഇപ്പോഴും ബോംബ് വർഷമല്ലേ? നിങ്ങൾ കുറേ കാലമായില്ലേ ദ്വാരക്കാൻ തുടങ്ങിയിട്ട്? 1 മാസം കഴിഞ്ഞില്ലേ മേറാബെന്ന് ചേറാൻ തുടങ്ങിയിട്ട്? മുർത്തദ്ദാണ് വർത്താനം. ദ്വാക്ക് ഉത്തരം തന്നെ എന്താന്ന് പഠിക്കും. നിങ്ങളോടല്ല, അത് വേറെ പോകുന്നുണ്ട്. അല്ല പറഞ്ഞത് എന്നോട് ദ്വാരനോളി ഉത്തരം നൽകാന്നാ. നിങ്ങൾ പറഞ്ഞ കോലത്തിൽ പറഞ്ഞ സമയത്ത് നൽകാന്ന് ഖുർആനിലില്ല. അസ്തജിബിൽ വെക്കുന്ന പറഞ്ഞു ഉത്തരം ഞാൻ തരാമെന്ന്. ഉത്തരം 5 നിലയിലുണ്ട്. ചിലത് ചോദിച്ചാൽ അപ്പം കൊടുക്കും, ചിലത് ചോദിച്ചാൽ കുറച്ച് ലൈറ്റായിട്ട് കൊടുക്കും, ചിലത് ചോദിച്ചാൽ ചോദിച്ചത് കൊടുക്കൂല, അതിനേക്കാളും വലുത് കൊടുക്കും, ചിലത് ചോദിച്ചാൽ ദുന്യാവെന്ന് കൊടുക്കൂല, ആഖിറന്ന് കൊടുക്കും. ഇത് 5 നോക്കിയിട്ട് വേണം ഉത്തരം കിട്ടിക്കണോ ഇല്ലയെന്ന് പറയാൻ. നമ്മളിപ്പോൾ എന്താ അറിയോ, നമ്മളിങ്ങനെ പ്രസ്താവന ഇറക്കുക, അല്ലങ്ങനെ നടപ്പിലാക്കുക. നമ്മളെ സർവൻ്റാണ് അല്ല. നമ്മളിങ്ങനെ പണിക്കാരനോട് പറയാം കൊണ്ടാ മറ്റ് അതുകൊണ്ടാ അല്ലങ്ങനെ പണിക്കാരന്. ഇത് അബദും മഹബൂദാണോ? അബദും മഹബൂദാണ്. അതിൻ്റെ കളി വേറെയാണ്. അല്ല പറയുന്നത് ദ്വാരനോളി ഉത്തരം തരാം. എവിടെ തരാം, ആർക്ക് തരാം, എത്ര തരാം, എപ്പം തരാം, ഇത് പറഞ്ഞിട്ടില്ല. അത് രഹസ്യമാണ്. ഇത് പഠിച്ചു വെച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ മുർത്തദ്ദാണ് വർത്താനല്ലേ പറയാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുആ വെറുതെ ആവൂല. ചില ആളുകൾക്ക് നാളെ പരലോകത്ത് പടച്ചവൻ കൊടുക്കുന്ന പാരിതോഷികമുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, എനിക്ക് ഞാൻ ദുആ ചെയ്തിട്ട് ഉത്തരം കിട്ടാതെ ഇരുന്നാൽ ആ ദിവസമാണ് എൻ്റെ ഏറ്റവും സന്തോഷകരമായ ദിവസം. കാരണം അള്ളാഹു ഞാൻ ചോദിച്ചത് ഇവിടെ തരാതിരുന്നത് എനിക്ക് പരലോകത്ത് പടച്ചവൻ 10 മടങ്ങ് വർദ്ധിപ്പിച്ച് തരാനാണ് എന്ന പ്രതീക്ഷ വരുമ്പോ വല്ലാത്ത സന്തോഷം തന്നെ. മനസ്സിലാക്കണം ചെറുപ്പക്കാരെ, കുഫ്രിന്റെ വർത്തമാനം അങ്ങാടിയിലുള്ള വിടൽ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് ബുഡൂസ് വിടരുത്. യുസ്ബിഹുർ റജുലു മുഅ്മിനൻ വയുംസി കാഫിറ.
ഈ കാലമാണ് ആ കാലമെന്ന് മറക്കണ്ട. ഇന്ന് രാവിലെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ കുറച്ച് പ്രായമുള്ള ഒരാൾ അടുത്തേക്ക് വന്നു. എൻ്റെ മാലിയിൽ തന്നെ എല്ലാ ദിവസവും സുബൈക്ക് അവിടെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടാവും. ഞാൻ ഏത് ലോകത്തെ വാലിന് പോയാലും അള്ളാഹു തആല എന്നെ സുബൈക്ക് അവിടെ എത്തിക്കലുണ്ട്. മംഗലാപുരത്താണെങ്കിലും ആ ക്ലാസ്സിനെ എത്തും. അങ്ങനെയാണ്. എന്താ എനിക്കറിയില്ല, ഏതോ സമയത്ത് സ്റ്റേഷൻ മാറി ഉറങ്ങിപ്പെട്ടിട്ട് ഞാൻ ഷൊർണൂർ വന്നിട്ട് 2 പ്രാവശ്യം ഇറങ്ങി. അന്ന് പോയി, അത് നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഞാൻ എത്തും. ഇപ്പം എൻ്റെ ക്ലാസ്സിന് എല്ലാവരും പങ്കെടുക്കും. തറാവി 8 നിസ്കരിക്കുന്ന ആൾക്കാരും പങ്കെടുക്കും. തറാവി എന്നുള്ള നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞവർ എൻ്റെ ക്ലാസ്സിനുണ്ടാവും. പക്ഷേ ക്ലാസ് കുറയാണ്ട് കേട്ടാൽ ഓല് 20 നിസ്കരിക്കും ചെയ്യും. അങ്ങനെയാണ്. അതിൽ ഒരാളിന്ന് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു, ഞാൻ യുക്തിവാദിയായിരുന്നു, എൻ്റെ ക്ലാസ് കൊണ്ട് ശരിയായതല്ല കേട്ടോ, അത് ഇതല്ല. എന്നിട്ട് ഞാൻ മുസ്ലിം ആയത് എനിക്കിങ്ങനെ മാറി ചിന്തിക്കാൻ ഒരു അവസരം ഉണ്ടായെന്ന് വെച്ചാൽ, യുക്തിസഹമായി ചിന്തിച്ചാൽ, യുവാക്കൾക്ക് മനസ്സിലാൻ ഞാൻ പറഞ്ഞു, യുക്തിപരമായിട്ട് ചിന്തിച്ചാൽ മന ചവിട്ടിക്കൊല്ലണം. ഞാൻ ഈ ദുന്യാവൊക്കെ വരാൻ കാരണം ഈ ഹലാ കുടിച്ച അമ്മല്ലേ, ആ തള്ളൊന്ന് അടങ്ങിന്നപ്പോൾ എനിക്ക് ഇങ്ങോട്ട് വരേണ്ടായിരുന്നോ? യുക്തിപരമായി ചിന്തിച്ചാൽ മനസ്സിലായോ? ഇത് മുഴുവൻ കേൾക്കാനേ പഠിച്ചോ, ഇത് ക്ലിപ്പിടുവന്നോ അള്ളാഹു ആയാലോ, മുഴുവൻ കേൾക്കാതെ ക്ലിപ്പിട്ടാൽ ഞാൻ പരാജയപ്പെടും. യുക്തിപരമായി ചിന്തിച്ചാൽ ഈ ഉമ്മയും വാപ്പയും ആ പണിയെടുത്തോണ്ടല്ലേ ഇപ്പം നമ്മൾ വരേണ്ടി വന്നത്. എന്നിട്ട് ഇയാളിനോട് വരാം. അപ്പം ഞാൻ എൻ്റെ യുക്തിപരമായി ചിന്തിച്ചാൽ രോഗങ്ങളെ നാട്, പ്രയാസങ്ങൾ, കടം, ക്ഷീണം, കുറച്ച് കഴിഞ്ഞാൽ മരണം, ഈ ഉമ്മാക്കൊന്ന് അടങ്ങിന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയാണ് ചിന്തിക്കുക. എന്നിട്ട് ഇയാൾ വരാം, ഈ ചിന്ത ഒക്കെ കൂടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ കരച്ചിൽ വരിക. ഈ ചിന്ത ഒക്കെ കേട്ടിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയാൽ ഉമ്മാനോട് സ്നേഹം, ഉമ്മാനെ കെട്ടിപ്പിടിക്കുക, കാര്യം അപ്പം നമ്മളെ യുക്തിയിലല്ല കാര്യം, അതിൻ്റെ അപ്പുറത്ത് വേറൊരു സംഗതി ഉണ്ട്. അങ്ങനെയാണ് ഇയാൾ പടച്ചോലെത്തിയത്. അങ്ങനെ ഒരു എത്തലുണ്ട്. ജാഫർ ബിൻ സാദിഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു യുക്തിവാദി വന്നു. അള്ളണ്ടെന്ന് തെളിവുണ്ടോയെന്ന് വെച്ചു. ആണ്ട് പറഞ്ഞു. അന്ന് പായക്കപ്പലാണ് യാത്ര ചെയ്യുക, മിക്കവാറും അപകടത്തിൽപ്പെട്ട ആളുകളായിരിക്കും. അപ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു പറഞ്ഞു, നിങ്ങൾ കപ്പൽ യാത്ര ചെയ്തിക്കണോ? ആ. അപകടത്തിൽ പെട്ടുക്കണോ? ആ. എന്നിട്ടോ? കപ്പലൊക്കെ പൊളിഞ്ഞ് ഞാൻ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി, എനിക്കൊരു പലകമ്മ പിടുത്തം കിട്ടി. അപ്പോൾ ജാഫർ സാദിഖ് റളിയല്ലാഹു വെച്ചു, നിങ്ങൾക്കിപ്പോൾ ആ പലകമ്മ പിടുത്തം കിട്ടിയിട്ട് നിങ്ങളിങ്ങനെ മുങ്ങിപ്പോന്നുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നലുണ്ടായിരുന്നോ? ആ, ഞാൻ രക്ഷപ്പെടുന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഭൗതികമായ മാധ്യമങ്ങളൊന്നും രക്ഷപ്പെടാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിലില്ലല്ലോ. ഭൗതികമായ മാധ്യമങ്ങളൊന്നും ഇപ്പം നിങ്ങളുടെ മുമ്പിലില്ല. അന്ന് സഹായിക്കാൻ ഹെലികോപ്റ്റർ വരില്ല, മറ്റുള്ള സൗകര്യങ്ങളോ സംവിധാനമൊന്നുമില്ല. അപ്പം ഭൗതിക മാധ്യമങ്ങളൊക്കെ അറ്റുപോയ സമയത്തും യുക്തിവാദിയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഭൗതിക മാധ്യമങ്ങളൊക്കെ അറ്റുപോയപ്പോൾ ചിലപ്പോൾ ഞാൻ രക്ഷപ്പെടാമെന്ന ആത്മവിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ ഉദിച്ചില്ലേ? ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ആത്മധൈര്യം നിങ്ങൾ ഏത് ശക്തിയിലാണ് കൊളുത്തി വെക്കുന്നത്? യുക്തിവാദിയുടെ കണ്ണിൻ്റെ കൊടിയിൽ നിന്ന് ബാഷ്പം ഒഴുകിയപ്പോൾ മഹാനായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. യുക്തിവാദി അങ്ങ് ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമ്മമാരെ, ഫലസ്തീനിലെ കുട്ടികൾ ഔലിയാക്കളായില്ലേ? ഒരു മലയാളിയായ പത്രക്കാരൻ മയ്യിത്തുകൾക്കടയിലൂടെ ഉമ്മാന്റെ വാപ്പാന്റെ കത്തിക്കരിഞ്ഞ ശരീരത്തിലെ അതാ വെന്തുരുകുന്ന മണം പിടിച്ചുകൊണ്ട് നടക്കുന്ന ഓമന കുട്ടിയോട് മലയാളിയായ പത്രക്കാരൻ ചേർത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോനെ, ഉമ്മ പോയില്ലേ? വാപ്പ പോയില്ലേ? ജ്യേഷ്ഠന്മാര് മരിച്ചില്ലേ? പെങ്ങന്മാരെ ഇസ്രായേൽ കൊന്നില്ലേ? ഇനി മോനെ, നീ മാത്രമല്ലേ ബാക്കിയുള്ളൂ, നീ ഒന്ന് കേരളത്തിലേക്ക് വരുമോ? നിന്നെ ഞാൻ പൊന്നുപോലെ നോക്കാം, നിന്നെ ഞാൻ പഠിപ്പിക്കാം, എൻ്റെ വീട്ടിൽ എൻ്റെ മോനായി പരിഗണിച്ച് വളർത്താം. ഇനി ഫലസ്തീനിൽ മോന് ജീവിക്കണ്ട. വാപ്പയില്ലാത്ത, ഉമ്മയില്ലാത്ത, ജ്യേഷ്ഠന്മാരില്ലാത്ത, ഇത്താത്തമാരില്ലാത്ത കത്തിക്കരിഞ്ഞ വീടിലെ പുകയുടെ ഇടയിൽ അതാ മോന് ജീവിക്കണ്ട. എൻ്റെ കൂടെ കേരളത്തിലേക്ക് വരുമോ മോനെ എന്ന് ചോദിച്ച മലയാളിയായ പത്രക്കാരനോട് ഫലസ്തീനിയായ കുട്ടി പറഞ്ഞത്, ഞാൻ നിങ്ങളെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിലേക്ക് വന്നാൽ വാപ്പ ഷഹീദായതുപോലെ എനിക്ക് ഷഹീദാവാൻ പറ്റുമോ? ഉമ്മ ഷഹീദത്തായതുപോലെ എനിക്ക് ഷഹാദത്ത് വരിക്കാൻ പറ്റുമോ? ഇക്കാക്കമാര് ജൂതായുസത്തിന്റെ കണിയിൽപ്പെട്ട് ജൂതന്മാരുടെ ബോംബ് തട്ടി തല കത്തിയിട്ട് മരിച്ചിട്ട് സ്വർഗത്തിൽ പോയതുപോലെ എനിക്ക് സ്വർഗം വരിക്കാൻ പറ്റുമോ?
ഞാനും കാത്തിരിക്കുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ മണമാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണുള്ളത്, ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത്. എനിക്ക് ഫത്ഹാക്കണം ബൈത്തുൽ മുഖദ്ദസ്. അതിനു വേണ്ടി നേർച്ചയാക്കിയാണ് സമയം ഞാൻ എണ്ണുന്നത്. എന്നെ ക്ഷണിക്കല്ലേ, എനിക്ക് ഇസ്രായേലുമായി പടപൊരുതിയിട്ട് ഷഹീദാകണേ. പിച്ച വെച്ച് വളരുന്ന ഫലസ്തീനിലെ കൊച്ചുമക്കളുടെ ഹൃദയത്തില് ഈ ധീരത കൊടുത്തത് ആരാ? ഈമാന് കിട്ടിയത് എവിടെ നിന്നാ? ഉമ്മ ആ കാലിന്റെ ചുവപ്പ് മാറാത്ത ചെറിയ കുട്ടികൾക്ക് മുമ്പിൽ മശറിൽ നമ്മൾ നാണം കടല്ലേ? ആ കുട്ടികളുടെ ഹൃദയത്തിലുള്ള ഈമാനിന്റെ ഒരംശമെങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേണ്ടേ? അതുകൊണ്ട് ഞാൻ എന്നോട് നിങ്ങളോടും പറയുന്നത്, പടച്ചവന്റെ ഭൂമിയാണ്, പടച്ചവന്റെ വെളിച്ചമാണ്, പടച്ചവന്റെ ഓക്സിജനാണ്, പടച്ചവന്റെ അന്നമാണ്, പടച്ചവന്റെ വെള്ളമാണ്, പടച്ചവന്റെ വായുവാണ്, പടച്ചവന്റെ ഫ്രൂട്ട്സ് ആണ്, പടച്ചവന്റെ പച്ചക്കറികളാണ്, പടച്ചവന്റെ കൃഷിയിടങ്ങളാണ്, പടച്ചവൻ തന്ന ആരോഗ്യമാണ്. ആ സമയത്ത് തോന്നിവാസം ചെയ്യല്ല മോനെ, സെക്സിൽ ആറാടല്ല മോനെ, ഏത് സൗകര്യം കിട്ടിയാലും ഹറാമ് ചെയ്യല്ല മോനെ, ഹറാമ് ചെയ്യല്ല മോളെ. തമ്മാടിത്തരം ചെയ്യരുത്. അള്ള തന്ന അവയവങ്ങളെ കൊണ്ട് പടച്ചവന് പൊരുത്തമില്ലാത്ത തമ്മാടിത്തരത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ ഈ അവയവങ്ങൾ നമുക്കെതിരെ നാളെ പടച്ചവന്റെ കോടതിയിൽ സാക്ഷി നിന്നാൽ രക്ഷപ്പെടുത്താൻ വാപ്പയില്ല, രക്ഷപ്പെടുത്താൻ ഉമ്മയില്ല, രക്ഷപ്പെടുത്താൻ കൂട്ടാളികളില്ല, രക്ഷപ്പെടുത്താൻ സംഘാടകരില്ല. സങ്കടപ്പെട്ട് നെട്ടോട്ടമോടുന്ന സമയത്ത് രക്ഷപ്പെടുത്താനുള്ള വിമോചനത്തിന്റെ സ്വർഗീയ രാഗം മുഴക്കി മശറയാകുന്ന ഏറ്റവും വലിയ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി പതറാത്ത പാദവുമായി ചിതറാത്ത ചിന്തയുമായി പ്രഭാമയമായ പൊൻപ്രഭാ തിളങ്ങുന്ന പ്രശോഭിതമായ മുഖത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന നേതാവിനെ മറക്കല്ലേ. അത് മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഫലസ്തീനിലെ വീടുകളൊക്കെ കത്തിക്കരിഞ്ഞു, തോട്ടങ്ങളൊക്കെ കത്തിക്കരിഞ്ഞു, സമ്പത്തൊക്കെ ചാമ്പലായി. എന്നിട്ടും ഉള്ളിൻ്റെ ഈമാന് പോയില്ല, അതിന് വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനൊരു ഇടപെടലാണ് റബ്ബ് നമുക്ക് നൽകേണ്ടത്. അതിന് വേണ്ടത് നീയത്ത് നന്നാക്കിയ നെഞ്ചകമാണ്, നെഞ്ചിൽ ഉദിക്കുന്ന നീയത്തിൻ്റെ കരുത്താണ്. റബ്ബിൻ്റെ മാർഗത്തിലായി വേണ്ടി വന്നാൽ സമരം ചെയ്യുമ്പോൾ അത് കേരളവുമായി ഇന്ത്യ രാജ്യവുമായി ബന്ധപ്പെട്ടതല്ല. ശരീരം കൊടുക്കാൻ തയ്യാറാകണോ, മനസ്സ് കൊടുക്കാൻ തയ്യാറാകണോ, സമ്പത്തും കൊടുക്കാൻ തയ്യാറാകണോ. നമ്മളിപ്പോൾ ശരീരം കൊടുക്കണ്ട, മനസ്സും ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ഇങ്ങനെ കൊടുക്കണം, തൂക്കണം, നിൽക്കണം, കുമ്പിടണം. ഇതൊക്കെ ശരീരം കൊടുക്കൽ തന്നെ. ഇന്നത്തെ സമരത മൻ തമസ്സക ബി സുന്നത്തി ഇന്ദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. തലയിൽ തൊപ്പിട്ട ഷഹീദിൻ്റെ കൂലിട്ടിപ്പോൾ ഇതാണ് കാലം. ഇനി അരിയാണി മേൽക്ക് തുണിയെടുത്താൽ പാൻറ്റൊന്ന് കയറ്റിയാൽ 100 ഷഹീദിൻ്റെ കൂലിട്ടും. പറഞ്ഞ ഞാനല്ല, മുഹമ്മദ് മുസ്തഫയാണ്. ജമാഅത്തിന് പള്ളിയിൽ കയറിയ ഷഹീദിൻ്റെ കൂലിട്ടുന്ന്. ഇനി ഷഹീദിൻ്റെ കൂലിട്ടാൻ പറ്റുന്ന ഒരു അമലാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. പറയട്ടെ, 1.5 മണിക്കൂറായി ഞാൻ തുടങ്ങിയിട്ട്. ഞാൻ ഒരു 15 മിനിറ്റോട് നിർത്തും. ഇവിടുന്ന് 1-2 അമലുകൾ ഞാൻ പറഞ്ഞുതരാം. പറയട്ടെ, ഇതെങ്കിലും മിണ്ടാത്തത്? പറയട്ടെ, പറയണോ വേണ്ടേ? ഒന്ന് സ്വലാത്ത് അധികരിപ്പിക്കുക, നരകത്ത് പോകില്ല, ഗ്യാരണ്ടിയാണ്. കഫീൽ മുഹമ്മദ് മുസ്തഫയാണ്. ഹുബ്ബുൻ നബി വമദ്ഉ ഖൈറുൽ അമൽ വഅസല്ലിലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇന്ദല്ലിലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബി കീർത്തനം ഖൈറായ അമലാണ് ശ്രുതി, നിനക്കായി നൽകും നാഥനോ അതിനാൽ കൊതി. നബി നായകർ ശുപാർശയും നൽകാൻ മതി, നാളത്തെ ഫൗസ് സലാമത്തും അതിനാൽ വിധി. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കൊറോണ കാലത്ത് എൻ്റെ പണി ഇതായിരുന്നു. ഇത് മുർക്കാദിൻ്റെ സല്ലല്ലാഹു ബൈത്തിൻ്റെ മലയാളം.
അത് ഞാൻ ഉണ്ടാക്കിയതാണ്. അതിന് ഉമർഖാലിൻ്റെ പേരക്കുട്ടി ഒരു കാരണക്കാരനായി. നിസാർ എന്ന് പറയുന്ന സഹോദരൻ എൻ്റെ റൂമിൽ കാളിയുടെ പാട്ട് കവിതൻ്റെ വലിയ ചോടേറ്റൊക്കെ വന്ന് എന്നിട്ട് പറഞ്ഞ് ഉസ്താദ് ഇതൊക്കെ ഒന്ന് മലയാളത്തിലാക്കി തരണം എന്നാണ്. നല്ല ഒഴിവുള്ള സമയമാണല്ലോ. ഞാൻ പറഞ്ഞു ഞാനത് മലയാളത്തിലാക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് 10-700 കുടുംബമുണ്ട്, 10-700 വീടുകൾ ഇങ്ങ് കാക്കത്തറ എന്നുള്ള കുടുംബത്തിലുണ്ട്, എറണാകുളത്ത് വരെ നിങ്ങൾ ബാക്കിയുണ്ട്, നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് പഠിക്കണം. അപ്പോൾ അവിടുന്ന് തീരുമാനമായി, ഒരു മരത്തിൻ്റെ ഒട്ടിരുന്നിട്ട് തീരുമാനമായി ഉമർഖാലിൻ്റെ കുടുംബക്കാർക്ക് സല്ലല്ലാഹു എന്നുള്ള ദർസ് നടത്തണമെന്ന്. 2 കൊല്ലം കൊറോണ കാലത്ത് ഞാൻ നടത്തി. ഏകദേശം 1000-ഓളം ആളുകളുണ്ടായിരുന്നു 2 കൊല്ലം. അപ്പം ഉണ്ടാക്കിയ മലയാളമാണിത്. ആ മനുഷ്യൻ അത് കഴിഞ്ഞോടുകൂടി മരിച്ചും ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ സ്വർഗ്ഗമായി കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബർ സന്തോഷമായി കൊടുക്കട്ടെ. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ വരും, അപ്പോൾ ഓർക്കണമല്ലോ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലായി കൊടുക്കട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. സ്വലാത്ത് അധികരിപ്പിച്ചാൽ നരകത്ത് പോകില്ല. ഇനി അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്ന് പറയാം, സ്വതക്ക അധികരിപ്പിക്കുക, പോകില്ല. എല്ലാം അധികരിപ്പിച്ച് സ്വതക്കയിൽ ബാക്കിലാണെങ്കിലോ മർമ്മം പോകും. അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഒരാൾ പറയണത് എന്താ, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബിൻ ഫഅസ്വദ്ദഖന ഫൗസല്ലിയാന്നല്ല, ഫാസുമാന്നല്ല, ഫഅസ്വദ്ദഖ. എനിക്ക് കുറച്ച് സമയം കൊണ്ടാ ഞാൻ ഹജ്ജ് ചെയ്തോളാന്നല്ല, എനിക്ക് കുറഞ്ഞ സമയം കൊണ്ടാ ഞാൻ ഒന്ന് പള്ളി കയറി നിസ്കരിക്കട്ടെ എന്നല്ല, കുറഞ്ഞ സമയം കൊണ്ടാ ഒന്ന് നോമ്പെടുക്കട്ടെ എന്നല്ല. അജല് പോലെയല്ലോ അജലും കരീബ്. 10 ഉറുപ്പ്യ കൊടുക്കാനുള്ള സമയം മതി എന്ന് അതിൻ്റെ അർത്ഥം. ആ എത്രയാണ്? 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ്, എത്രയെന്ന് പറയണില്ല, അജലും കരീബ് കൊണ്ടാണ്. അപ്പോൾ ഒരാൾ ഒരു 500 ഉറുപ്പ്യ കൊടുക്കുന്ന സമയം 1 മിനിറ്റാണോ? അത് മതി. എനിക്കൊരു 10 ഉറുപ്പ്യ കൊടുക്കാനുള്ള സമയം കൊണ്ടാണ്. കാരണം ധൈര്യം പറഞ്ഞു നോക്കി, അക്കുമ്മിനെ സ്വാലിഹീൻ, അപ്പം ഞാൻ സ്വാലിഹീങ്ങളിൽ പെടുമല്ലോ എന്ന്. സുബ്ഹാനല്ലാഹ്. എന്ത് മനസ്സിലായി? സ്വതക്ക കൊടുത്താൽ ഇനി ബാക്കി ഞാനും തലാട്ടെ നിങ്ങളും തലാട്ടെ തീരുമാനമാവില്ലല്ലോ. സ്വതക്ക കൊടുത്താൽ പറഞ്ഞോളേ, നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ എവിടുക്കാ കൊണ്ടുപോകുന്നത്. അതപ്പോൾ നിങ്ങൾ ഉണ്ടാത്ത എനിക്കറിയാം. സ്വതക്ക കൊടുത്താൽ പറ്റൂല, പറയിപ്പിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. സ്വതക്ക കൊടുത്താൽ ഖുർആൻ്റെ ആയത്താ ഞാൻ ഉദ്ധരിച്ചേ, അർത്ഥം അങ്ങനെയല്ലേ എന്ന് ചോദിച്ചു നോക്കി. താഴെയും മേലൊക്കെ ഉസ്താമാരുണ്ട്, ചോദിച്ചു നോക്കി. ഞാൻ മുത്താലിമ, അവരോട് ചോദിച്ചു നോക്കി അർത്ഥം അങ്ങനെയല്ലേ എന്ന്. നേരിട്ടുള്ള അർത്ഥം തന്നെ അതാ. തഫ്സീർക്ക് പോയ സുബൈരെ പറയണ്ട്, അള്ളഹാനോട് അള്ളാഹ്ക്ക് ഇപ്പോൾ ദർശനത്തിൽ കൊടുക്കല്ലോ. അത് ഇവനിപ്പോൾ അള്ളാഹ്ക്ക് ദർശനത്തിൽ കൊടുക്കല്ലോ. ഞാൻ സ്വതക്ക കൊടുത്താൽ സ്വാലിഹ്യങ്ങളിൽ പെടുമല്ലോ പടച്ചോനെ, അപ്പോൾ എനിക്കൊരു സ്വതക്ക കൊടുക്കാനുള്ള സമയം മതി, വേറൊന്നും വേണ്ടാന്ന്. അപ്പോൾ സ്വതക്ക അങ്ങോട്ട് പടച്ചോന് വേണ്ടി കൊടുത്താൽ അപ്പം അങ്ങോട്ട് സ്വാലിയാവും. അതാണ് പറഞ്ഞത്, ഇത്തക്കുന്നാറ വലോപിശിക്കി തമ്പ്ര. ഒരു കാരക്കൻ്റെ ചീളുണ്ടെങ്കിലും കത്തിക്കാളുന്ന ഭീകരമായ നരകത്തെ സൂക്ഷിച്ചോ, തെറ്റാത്ത നാക്കിൻ്റെ വാക്കിൻ്റെ മുത്ത് നബിയുന മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളും ആണുങ്ങളും ഗൗരവത്തോടെ മദ്രസയിൽ സ്മാർട്ട് റൂമിൻ്റെ കാര്യമെടുക്കണം. ഞാനൊരു ചെറിയ സംഭവം അവസാനമായി പറയുകയാണ്. ആയിഷ ഉമ്മയോട് ഒരിക്കൽ മുസ്തഫ നബി പറഞ്ഞു, ആയിഷ, നമ്മുടെ വീട്ടിലുള്ള വേലക്കാരിയില്ലേ, അവളെ പുറത്താക്കിക്കോ ആയിഷ, അവളെ നമ്മളെ പുരയിൽ പറ്റൂല. ഇത് ജിബ്രീൽ പറഞ്ഞതാണ്, അള്ളാന്റെ ഓർഡറായി. അതുകൊണ്ട് ഇവിടെ നിർത്തണ്ട, പുറത്താക്കിക്കോ ആയിഷ എന്ന് നബിയുനാ റസൂലുള്ളാഹി. സുബ്ഹാനല്ലാഹ്. ആയിഷാബിക്ക് കരച്ചിൽ വന്നു. കാരണം ആയിഷാബിയും ഈ വേലക്കാരും തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. അങ്ങനെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ബന്ധമാണ്. പക്ഷെ റസൂൽ പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല, വഹിയാണല്ലോ. മാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹാ, ഇല്ലാ വഹയ്യുഹാ. പിന്നെ അവിടെ സംശയമില്ല. ആയിഷാബി വളരെ വിഷമത്തോടെ ആണെങ്കിലും ഈ വേലക്കാരി വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കുവാറുണ്ട്. റസൂലുള്ള പറഞ്ഞാണെന്നല്ലേ, എൻ്റെ ഭർത്താവ് പറഞ്ഞാണെന്നൊന്നല്ല. അതാണ് അത്ഭുതം. ഇത് പലർക്കും ഭർത്താവാണ്, പലർക്കും കുടുംബക്കാരനാണ്, പലർക്കും അയൽവാസിയാണ്, പലർക്കും അഞ്ചൻ്റെ മോനാണ്. എന്നിട്ടും എല്ലാവരും പറഞ്ഞത് കാല റസൂലുള്ള എന്നാണ്. ആയിഷാബിൻ്റെ 2000 ജില്ലാ ഹദീസ് ഉണ്ട്. അതിൽ ഒരു സ്ഥലത്തും കാല സൗജി എന്ന് പറഞ്ഞില്ല, എൻ്റെ പുയ്യാപ്പിള പറഞ്ഞെന്ന് പറഞ്ഞില്ല, കാല റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. കാരണം മുഹമ്മദുർ റസൂലുള്ളാഹ്. റസൂലുള്ളാഹ് എന്ന് പറയലോടുകൂടി എല്ലാവരും ചെറുതായി, പിന്നെ എല്ലാവരും മക്കളാണ്. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഈ നാട് വെച്ച് ഞാൻ സത്യം ചെയ്യുന്നു, അല്ലെങ്കിൽ സത്യം ചെയ്യുന്നില്ല. വാന്ത, തങ്ങൾ ഹില്ലും ബിഹാദൽ ബലദ്, ഈ നാട്ടിൽ ഇറങ്ങിയ ആളല്ലേ. അപ്പം വാലിദിൻ, ലോകത്തിൻ്റെ പിതാവായ മുഹമ്മദ് നബി തന്നെയാണ് സത്യം. കാരണം വാലിദുൽ മഖ്ലൂഖ് മുഹമ്മദ് മുസ്തഫ. ആ മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അതല്ലോ, മാക്കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലിക്കും, നിങ്ങൾ ആരും പുരുഷൻ്റെ വാപ്പയൊന്നല്ല ഇയാള്, വലാക്കിർ റസൂൽ അല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലാണ്.
ഖുർആൻ്റെ ഒരു അത്ഭുതം നോക്കൂ. റജുലു എന്ന് പറയണമെങ്കിൽ പ്രായപൂർത്തിയാവണം. ഇനി റസൂലുള്ളാഹിക്ക് പ്രായപൂർത്തിയുള്ള ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ ഈ ആയത്ത് വെച്ചിട്ട് അബൂജഹൽ കളിയാക്കും, ഉത്തുബത്ത് പരിഹസിക്കും, ഷൈബത്ത് ട്രോളർക്കും. കാരണം മാക്കാന മുഹമ്മദൻ അബാ ആദ്യമേ റിജാലിക്കെന്ന് പറഞ്ഞില്ലേ, ഇനി റജുൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് റജുലു എന്ന് പറയപ്പെടാൻ പറ്റുന്ന ഒരൊറ്റ കുട്ടി ഉണ്ടായിട്ടില്ല. എല്ലാവരും ചെറുപ്പത്തിലേ മരിച്ചുപോയി. ഖുർആൻ്റെ അത്ഭുതമാണത്. എൻ്റെ വിഷയം ഇപ്പം അത് പറയലല്ല. ആ വിശുദ്ധ ഖുർആനിലാണ് മരിക്കുന്ന സമയത്ത് ഒരാൾ പറയണത്, എനിക്കൊരു 10 റുപ്യ സ്വതക്ക കൊടുക്കാനുള്ള അവസരം തരണം, ഞാൻ സ്വാലിഹാവല്ലോ. അവിടെയാണ് ആയിഷാവിനെ ഉദ്ധരിച്ചത്. ആയിഷ, നിങ്ങൾക്ക് നേരം വൈകിയോ? നേരം വൈകിയോ? നേരം വൈകണേ പറയും. നേരം വൈകിയോ? എന്തെങ്കിലും ഉണ്ടാത്തത് നേരം വൈകിയോ? ഒരു 10 മിനിറ്റ് കൂടി പറഞ്ഞൂടെ? ഒരു 10 മിനിറ്റ് പറഞ്ഞൂടെ? അല്ലാ, നിങ്ങളൊക്കെ നല്ല മഹാന്മാരെ. കാരണം ശബ്ദം വളരെ പതുക്കെയും വളരെ സൂക്ഷിച്ചുകൊണ്ട് അത്യാവശ്യം മാത്രം സംസാരിക്കുന്ന സുഹാദാണ് നിങ്ങൾ തോന്നുന്നുണ്ട്. ഔലിയാക്കളിൽ വിഭാഗമാണ് അതോ നിങ്ങൾ? ഞാൻ 10 മിനിറ്റും കൂടി പറയട്ടെ. എനിക്ക് നാളെ 3 പരിപാടി ഉണ്ട്. 3 പരിപാടി ഉണ്ട് നാളെ. ഞാൻ പൂതിയിൽ പറയില്ല. ഒരു സ്ഥലത്തേക്ക് വന്നാൽ കുറച്ചെന്തെങ്കിലും തന്നിട്ട് പോകണ്ടേ, അതിന് വേണ്ടി ഞാൻ ചോദിക്കുന്നത്. 10 മിനിറ്റ് കൂടി പറയണ്ടേ? ഞാൻ കേട്ടോളിട്ടോ. ആയിഷാബി ഈ പെണ്ണിനോട് പറഞ്ഞു പുറത്തു പോകാൻ. റസൂലുള്ള പറഞ്ഞാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പോണ സമയത്ത് ഇന്നത്തെ സൗകര്യമൊന്നും ഹോട്ടലൊന്നും ഉണ്ടാവില്ലല്ലോ. 3 ഈത്തപ്പഴം കൊടുത്ത്. എത്രണ്ണം? 3 ഈത്തപ്പഴം. വിശക്കുമ്പോൾ തിന്നാൻ. ഈ പെണ്ണ് നരകത്തേക്കാണ്. റസൂലുള്ള വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണ്. ഇനി നരകത്തേക്കാണ്. ഒരു സംശയം. തൗബയും കൂടി ഇല്ല. മുത്തനബി പുറത്താക്കിയ തൗബ ഉണ്ടാവുമോ? അത് ഈ പെണ്ണിനും അറിയാം. പെണ്ണിൻ്റെ കുഴപ്പം പെണ്ണിനല്ലോ അറിയാം. ആയിഷാബിക്ക് അറിഞ്ഞില്ലെങ്കിലും ഇവൾക്കും അറിയാം, റസൂലിനും അറിയാം. 3 ഈത്തപ്പഴം കൈ പിടിച്ച് പോകട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ വിശന്നു, 1 തിന്നു. പിന്നെ നടന്നപ്പോൾ വിശന്നു, 2ാമത്തവും തിന്നു. പിന്നെയും വിശന്നു, 3ാമത്തേൻ്റെ പകുതിയും തിന്നു. ഇനി എത്ര ഉണ്ട് കയ്യിൽ? പകുതി. അതിനാണ് അറബിയിൽ ഷിക്ക് എന്ന് പറയാ. ഞാൻ ഒരു ഹദീസിൻ്റെ അടുത്തേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അതിനാണ് അറബിയിൽ എന്തെന്ന് പറയാ? ഷിക്ക്, ഷിക്ക്, ചീള്. ഇനി ഒരു കഷ്ണമുള്ളത് അതും വായിലിട്ട് തരണം. പെണ്ണ് പറഞ്ഞു 3 ഈത്തപ്പഴം കയ്യിലുണ്ടായിരുന്നു, 2.5 പള്ളയിലാണ്, 1/2 തൊള്ളയിലാണ് എന്നാണ്. ഇയാൾ പറഞ്ഞു ആ തൊള്ളയിലിട്ടത് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഈ പെണ്ണ് തുപ്പി കൊടുത്ത് അയാളാണ് തന്നു. ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ. നിങ്ങളെന്താ അലൈഹിസ്സലാം വരാത്തത്? ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ. ജിബീസിൽ ഇറങ്ങിയിട്ട് തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നേരത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കിയ പെണ്ണില്ലേ, ആ പെണ്ണിനെ ഇങ്ങോട്ട് തന്നെ വിളിച്ചോളി, ഓൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ സ്വർഗത്ത് പോയത് എന്ത് കൊടുത്തിട്ടാ? ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീള്. അതാണ് ഈ പെണ്ണ് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഹദീസ് പറഞ്ഞത്, ഇത്തകുന്നാറ വലോ ബിശിക്കി തമ്ര. അതാ ശിക്ക് വരാൻ കാരണം. ഈ പെണ്ണ് രക്ഷപ്പെട്ടത് ശിക്ക് കൊണ്ടാണ്. ഒരു ഈത്തപ്പഴം കൂടിയല്ല, ഒരു ശിക്ക് കൊണ്ടാണ്. ഇത് കേൾക്കുന്ന നമ്മാരെ, നിങ്ങളെ മദ്രസ സൗകര്യപ്പെടുത്താൻ കാലത്തിൻ്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ പഴയകാലം പോലെയല്ല ഇപ്പോൾ. അപ്പോൾ സ്മാർട്ട് റൂം വേണം. അതിനു വേണ്ടി അൽഹംദുലില്ലാ ഇവിടെ ഏകദേശം ഒരു ബക്കറ്റ് നിങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ കറങ്ങും. അത് ഈ രാത്രി ആയതുകൊണ്ട് ഛർദ്ദിക്കാൻ വേണ്ടി കൊണ്ടുവരില്ല. ചിലപ്പം ചോറൊക്കെ വെച്ച് റെഡിയാക്കി ഫൂവായിട്ട് നിൽക്കണവരുണ്ടാവും. ഇത് കണ്ട ഓക്കാനിക്കാൻ നിൽക്കണ്ട. കയ്യിൽ വല്ലതുള്ള ദമ്മുള്ളതൊക്കെ അതിൽ ഒച്ചപ്പാട് ഇല്ലാത്ത ഇട്ട് കൊടുത്താൽ. ബക്കറ്റ് വല്ലാതെ ഒച്ചപ്പെടാത്ത ഉണ്ടാവില്ലേ ഈ 100, 200, 500 ഈ കിളിങ്കിളി ഇട്ട് കൊടുക്കല്ലേ. കാരണം ബക്കറ്റ് ഓട്ടാവും എല്ലാവരും കൂടി ഇട്ടാലും. അതുകൊണ്ടാണ് വലിയ ശബ്ദമില്ലാത്ത എല്ലാവരും ഇട്ട് കൊടുത്തുകാണ്ട് നല്ല നെയ്യത്തിൽ ഇൻഷാ അല്ലാഹ് അതും സ്വർഗം കിട്ടാൻ കാരണമാക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ ബക്കറ്റ് കിട്ടാൻ പറ്റും. എന്നെ നോക്കി ഞാൻ തലയൊക്കെ തൂരിന് എനിക്ക് തൂരിയാലേ നാളെ വളരെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇത് ലൈവായിട്ട് പോകേണ്ടതെന്ന് എനിക്കറിയാം. ചില ആൾക്കാർ കമൻസിൽ വന്നിട്ട് തലയൊക്കെ ടൂറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് പഠിച്ചോന്നറിയാം. അത് വേണ്ട, അത് വേണ്ട. ഇത് ഞാൻ ദൂരാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രസംഗിക്കുന്ന അപ്പോൾ വേർക്കും. ഇതൊരു ദിവസം കുറേ സമയം ഇട്ടുകൊണ്ട് അന്ന് സൗണ്ട് അടഞ്ഞിരിക്കണം. ഇപ്പോഴും ശരിക്കും ഇട്ട് തുറന്നിട്ടില്ല. പടഞ്ഞ സൗണ്ടായിട്ടാണ് ഒരാഴ്ച പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്ക് എനിക്ക് ഊരൽ നിർബന്ധമാണ്. ഹലോ മോനെ ആയിട്ട് ചെയ്താൽ മോനെ ഒരു 5 മിനിറ്റ് കേട്ടോ. കുട്ടി അവിടെ ഇരുന്നോളി, പേടിക്കണ്ട അവിടെ ഇരുന്ന മോനെ. ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മോനെ അവിടെ ഇരുന്നോളി കേട്ടോ. ഇന്നെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്കണോ. നമ്മൾ മരിക്കുന്ന ഏതായാലും ഉറപ്പാണ്. ജന്മം എന്ന 3 അക്ഷരം കൊണ്ട് ഇറങ്ങി വന്ന് ജീവിതം എന്ന 3 അക്ഷരത്തിൽ നിൽക്കുന്ന നമ്മൾ മരണമെന്ന 3 അക്ഷരത്തിന് കീഴടങ്ങി ഖബർ എന്ന 3 അക്ഷരത്തിലേക്ക് പോകും. ഒരു സംശയമില്ല. അവിടെ വേണ്ടത് അമലി എന്ന 3 അക്ഷരമാണ്. അല്ലെങ്കിൽ എല്ലാ കളിയും കരച്ചിലാവും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. മരിക്കുന്ന പറയാൻ അള്ളാഹു തആല ഉപയോഗപ്പെടുത്തിയ 63-ാമത്തെ സൂറത്താണ്. 62-ാമത്തെ സൂറത്തിൽ അള്ളാഹ് അങ്ങനെ ഒന്ന് വരുതിപ്പോയി. എന്താ പറഞ്ഞാരോ? അള്ളാഹ് പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ മരണത്തിൻ്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി പാടുപെട്ട് നെട്ടോട്ടമോടി പരിശ്രമിക്കുന്നവരാണ്. ഫഇന്നഹു മുലാഖീകും. പക്ഷേ അത് നിങ്ങളെ കണ്ടുമുട്ടുന്നതാണ്.
മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂല. ഇത് 62-ാമത്തെ സൂറത്തിൽ ഒന്നിങ്ങനെ നുള്ളി വെച്ചിട്ടോ. 63-ൽ അല്ലാഹു തആല കനം കൂട്ടി അങ്ങോട്ട് പറഞ്ഞു, ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഭാഷന്റെ കടുപ്പ് എത്ര കാര്യങ്ങൾ. ലൻ ലാ യുഅഖിറുല്ലാഹു എന്നും പറയാ, അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷെ ലന്നിട്ട് പറഞ്ഞാൽ കട്ടി കൂട്ടണമെന്നാ. തൈക്കീത് കൊണ്ട് നെഫിയാന്ന് പറയും ഞങ്ങൾ നഹവിൽ. ലൻ യുഅഖിറല്ലാഹു എന്ന് പറഞ്ഞാൽ നീട്ടിക്കൊടുക്കുന്ന പ്രശ്നേ ഇല്ല. നഫ്സൻ, ഒരു നഫ്സിനെയും. ആ ആയത്തിൻ്റെ തഫ്സീറിൽ ഇസ്മായിലുൽ ഹക്കി എന്ന പണ്ഡിതൻ റൂഹുൽ ബയാൻ എന്ന തഫ്സീറിൽ എഴുതി വെച്ചിട്ടുണ്ട്, വൈൻകാന നഫ്സ മുഹമ്മദിൻ. സാക്ഷാൽ മുഹമ്മദ് മുസ്തഫാന്റെ ശരീരാണെങ്കിലും സമയം സമാഗതയാൽ എക്സ്റ്റൻഷൻ നോ, നീട്ടിക്കൊടുക്കുന്ന പ്രശ്നമില്ല. ഇതുകൊണ്ടാണ് ഈ ആയത്ത് 63-ാമത്തെ സൂറത്തിൽ വെച്ചത്. കാരണം റസൂലുള്ളാഹിന്റെ പ്രായം എത്ര? 63. അപ്പൊ സമയം കണ്ടായാൽ നമ്മളും പോവും. അതിന് സോക്കടൊന്നും വേണ്ട, പ്രായം വേണ്ട, സമയം കണ്ടായാൽ മതി. ആ സ്ഥലത്ത് നമ്മളാണ്ട് എത്തും. അത് വിദേശത്താണെങ്കിൽ വിദേശത്ത്. ആ സ്ഥലവും നമ്മൾ തമ്മിൽ അല്ലാഹു തആല ജഅല അല്ലാഹു ഹാജ, ഒരാവശ്യം ഉണ്ടാക്കും. പെട്ടെന്ന് അവിടെ പോകും. അറ്റാക്ക്, കിടക്കൽ, മരിക്കൽ, അവിടെ ഖബർ. എത്ര ആൾക്കാർ അങ്ങനെ മദീനയിൽ പോയിട്ട് കിടക്കുന്നുണ്ട്. അല്ലാഹു തആല ആ ഭാഗ്യം നമുക്ക് തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അതുകൊണ്ട് ഉമ്മാരെ പെങ്ങന്മാരെ, മരണം ഉറപ്പാണ്. തെറ്റുകൾ ചെയ്തു എന്നത് ഉറപ്പാണ്. നീ രക്ഷപ്പെടാൻ 2 അമലാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഒന്ന് സ്വലാത്ത്, മറ്റൊന്ന് സ്വതക്ക. 2 സ്വാദാണത്, സ്വലാത്ത്, സ്വതക്ക. നാം 3-ാമത്തെ സ്വാദ് വരും, സ്വാലിഹ് വാക്കും മിന സ്വാലിഹീൻ, സ്വാലിഹ്യങ്ങളിൽ പെടും. സ്വാലിഹി എന്ന സ്വാദ് കിട്ടാൻ 2 സ്വാദമ കൂടിയാൽ മതി. ഒന്ന് സ്വലാത്ത്, മറ്റൊന്ന് സ്വതക്ക. ആദ്യമുള്ള സ്വലാത്ത് എന്നല്ലേ, 3 സ്വലാത്തല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. മോനെ കുട്ടി, ഈ ബക്കറ്റേറ്റ് പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കോളി. ഇവിടെ വേണ്ട കേട്ടോ, ഇവിടെ നമുക്ക് വാങ്ങാം. പെണ്ണുങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കോളി. പിന്നെ നമുക്ക് സ്മാർട്ട് റൂം ആക്കണ്ടേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? മദ്രസിൻ്റെ കാര്യം ആയതുകൊണ്ട് എൻ്റെ കാര്യം കൂടിയാണത്. ഞാൻ അവിടെ നാട് നോക്കാൻ പാടില്ല, എൻ്റെ കാര്യമാണ്. നമ്മൾ നമ്മളെ വീടിൻ്റെ ആവശ്യം പോലെ കാണണം. അതാണ് ഈമാൻ. ഞാൻ അധ്വാനിക്കുക, നിങ്ങൾ തരിക. അപ്പം ഞാൻ ആദ്യം ചോദിക്കുകയാണ്, ഇവിടെ എല്ലാത്തിനും കൂടി പറഞ്ഞത് 2.25 ലക്ഷമാണ്. അതിന് അത്രേ വലിയൊരു ആൾ ഇവിടെ ഇല്ല. അപ്പം ഞാൻ തുടങ്ങിയേക്കും, ബാക്കി പിന്നെ അവർ നടന്ന് പിരിച്ചിട്ട് മുഴുവനാക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. അയക്ക് ഇൻഷാ അല്ലാ വാഗ്ദാനം ചെയ്താൽ മതി, വാഗ്ദാനം ചെയ്താൽ മതി. ഇപ്പം തരണ്ട, ഇപ്പോൾ കാരണം പൈസയിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ. ഒരു കാര്യങ്ങൾ ഉറപ്പിച്ചോളി, സ്വതക്ക പൈസ കുറക്കൂല. ലോകത്ത് സ്വതക്ക കൊടുത്തിട്ട് ആരെങ്കിലും അത്താഴം മുട്ടി പട്ടിനെടുന്ന് മരിച്ചിട്ടില്ല. സ്വതക്ക കൊടുത്തവരങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം വേറെ ഉണ്ടാവും. ജനുവരി ഫെബ്രുവരിയിലേക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞത്. നല്ല നിയ്യത്ത് വെച്ചോളി. വല്ല കളാവും മാരക രോഗങ്ങളായി അല്ലാഹു തആല നമുക്ക് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ തട്ടിപ്പോണം. അസ്സദഖത്തു റദ്ദുൽ ബലായ എന്നാണ്. 2 സൈസ് ബലാ ഉണ്ട്. ഒന്ന് ദറജ ഉയർത്താനുള്ള ബലാ ഉണ്ട്, അത് തട്ടിപ്പോകില്ല. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വലിയ സ്വതക്ക കൊടുത്തിരുന്ന ആളാണ്, എന്നിട്ടും മഖ്തൂലായി. കാരണം അത് ഷഹീദാവാൻ അല്ലാഹു തആല എടുത്തു വെച്ചതാണ്. അത് സ്വതക്ക കൊടുത്താൽ തട്ടിപ്പോകില്ല. നേരെ മറിച്ച് വേറെ ചില ബലാകളുണ്ട്. മനുഷ്യന്മാർ തെറ്റ് ചെയ്താൽ അല്ലാഹു തആല അതിനൊരു മേട്ടം തരും. എന്ത് തെറ്റ് ചെയ്താലും എന്തുണ്ടാവും? നമ്മളെ കാലിനടിയിൽ ഒരു മുള്ള കുത്തിയാൽ തന്നെ അതിനർത്ഥം നമ്മൾ തെറ്റ് ചെയ്തിരിക്കണമെന്നാണ്. പക്ഷേ അള്ള ചെയ്യുന്ന ആ അതാബുണ്ടല്ലോ, അത് സ്വതക്കമ്മ പോയി കിട്ടും. അതാണ് അസ്വദഖത്തു റദ്ദുൽ ബലായ എന്നാണ്. നമ്മളൊക്കെ തെറ്റ് ചെയ്യണവരല്ലേ, എന്താ അംശമുള്ളത്? നിസ്കാരം കളാക്കിയാൽ തന്നെ വലിയ അറ്റല്ലേ? അതിനേക്കാളും വലിയ തമ്മാടി തരയില്ലല്ലോ. നിസ്കാരം കളാക്കിയാൽ അഫ്സഖുൽ ഫുസാക്ക, നിസ്കാരം ഒഴിവാക്കിയാലോ ചില ആളുകളുടെ അഭിപ്രായത്തിൽ കാഫറ, മുണ്ടണ്ട. ഇവിടെ അബ്ദുൽ ജലീൽ അബൂക്കറായിരിക്കും, മാഷറയിൽ വിളിക്കുക അയ്യപ്പ എന്നാണ് ഈ കാരം. ഇവിടെ ആമിനെ റുക്കിയാണ് ഈ കാരം, മാഷറെ വിളിക്കൽ ലക്ഷ്മി എന്നാണ് ഈ കാരം. അവിടെ ഏടിൽ പേര് മാറും. ഇവിടെ അബൂബക്കർ, അവിടെ അയ്യപ്പൻ. ആര്? നിസ്കരിക്കാത്തവൻ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ തെറ്റ് ചെയ്യണവരാണ്. ഇനി അതിൻ്റെ ഒരു അദാബിന്ന് രക്ഷപ്പെടണം. അതിന് സ്വതക്കല്ലാതെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് സ്വതക്ക ചെയ്താൽ ആ അദാബാണ്ട് പോവും, സ്വാലിഹാവും. വാക്കുമിനെ സ്വാലിഹീൻ, ഞാൻ സ്വാലിഹ്യങ്ങളിൽ പെടും. അപ്പോൾ നമ്മളൊന്ന് സ്വാലിഹ്യങ്ങളാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.